നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് ഋഗ്വേദത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയൊക്കെ ജിയോഗ്രഫിയാണ്. അപ്പം നമ്മൾ കൃത്യമായിട്ട് ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവിടെ ശാസ്ത്രം എപ്പോഴും നമ്മുടെ സനാതന ധർമ്മത്തിൽ വന്ന് കൊമ്പ് കോർക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന് ജ്യോതിഷമാണ്. ജ്യോതിഷം കള്ളമാണ്, അത് തെറ്റാണ്, വ്യാജമാണ് എന്നാണ് പറയുന്നത്. ശാസ്ത്രവാദികളുടെ ഒരു ഇതാണ്. പ്രത്യേകിച്ച് യുക്തിവാദികളൊക്കെ അതിനെ വലിയ രീതിയിൽ ഇതിനെ ആക്രമിക്കാറുമുണ്ട്, ജ്യോതിഷം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട്. മറ്റൊന്ന് മരണത്തിന് ശേഷമുള്ള മരണാനന്തര ജീവിതത്തെ പറ്റിയിട്ടാണ്. ഇതിൽ രണ്ടിലും എന്തെങ്കിലും ഒരു ശാസ്ത്രീയത നമുക്ക് പറയാൻ കഴിയുമോ? ജ്യോതിഷവും മരണാനന്തര ജീവിതവും ഇത് ശരിയാണ് എന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? അത് വളരെ നല്ല ചോദ്യമാണ്. പിന്നെ യുക്തിവാദികളുടെ ചില വിമർശനങ്ങൾ അത് നമുക്ക് അംഗീകരിക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് തട്ടിപ്പും നമുക്ക് ജ്യോതിഷത്തിലുണ്ട്, അല്ലെങ്കിൽ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പുകളുണ്ട്. അപ്പോൾ അതെല്ലാം വിമർശിക്കുന്നത് വളരെയധികം യുക്തിസഹവും ഉചിതമാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ജ്യോതിഷം സംബന്ധിച്ച് ശാസ്ത്രീയ അടിത്തറയുണ്ടോയെന്ന് ഒരുപാട് പേര് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് യൂട്യൂബ് വീഡിയോകളും ചർച്ചകളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവെയുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി അതിന് ഒരു അടിത്തറയില്ല എന്നുള്ളത്. അത് പൂർണ്ണമായും ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും പുതിയ കോസ്മോളജി മോഡൽ എന്ന് പറഞ്ഞാൽ, അതായത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കോസ്മോളജി മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്ടൻ്റെ തിയറി, അത് ഒരു ക്ലോക്ക് വർക്ക് പോലത്തെ ഒരു യൂണിവേഴ്സാണ്. അതിൽ സമയം ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സ് ന്യൂട്ടണിയൻ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ കോസ്മോളജിയൊക്കെ 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി വന്ന് അതിനുശേഷം നമുക്ക് സമയത്തിനെക്കുറിച്ച് പുതിയ അറിവുകൾ കിട്ടി. അതായത് സമയം പുറകോട്ടും മുന്നോട്ടും സഞ്ചരിക്കും. അപ്പോൾ അതനുസരിച്ച് യുക്തിവാദത്തിൽ തന്നെ മാറ്റം വരേണ്ടതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരുപാട് യുക്തിവാദികൾക്ക് അത് മാറി ചിന്തിക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. പിന്നെ അതിൻ്റെ തന്നെ ക്വാണ്ടം തിയറി വന്നു. അപ്പോൾ അത് ഐൻസ്റ്റീൻ്റെ തന്നെ അതിശയം ഉണ്ടാക്കുന്ന ക്വാണ്ടം തിയറിനകത്ത് പുള്ളി തന്നെ ഐൻസ്റ്റീൻ തന്നെ ചോദ്യം ചെയ്ത ഒരു ശാസ്ത്രശാഖയാണ് ക്വാണ്ടം തിയറി. പക്ഷേ ഇന്ന് അത് നമ്മുടെ ഇലക്ട്രോണിക്സ്, നമ്മുടെ മൊബൈൽ ഫോൺ, അതൊക്കെ കമ്പ്യൂട്ടർ മുതൽ ഇൻ്റർനെറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം ക്വാണ്ടം തിയറിയായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായതാണ്. ഇപ്പോൾ ക്വാണ്ടം തിയറി വന്നപ്പോൾ പുതിയ ഒരുപാട് അറിവുകളായി. അതായത് ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ്, അതായത് ഒരു പെർട്ടിക്കുലർ സംഭവം മറ്റൊരു വിദൂര സംഭവത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പുതിയ അറിവുകൾ, അങ്ങനെയെല്ലാം വന്ന് ഇപ്പോൾ നമ്മുടെ ആ ക്വാണ്ടം തിയറിക്ക് ശേഷം പുതിയതായിട്ട് വന്നേക്കുന്നത് ക്വാണ്ടം ഹോളോഗ്രാഫി പ്രിൻസിപ്പളാണ്. അത് ഒരു പൂർണ്ണമായിട്ടൊരു തിയറി ആയിട്ടുള്ള അതിൽ ഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് ഒരുപാട് അടിസ്ഥാനം ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതിന് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻസ് എല്ലാം ക്വാണ്ടം തിയറിയുടെ പോലെ തന്നെയുള്ള മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻസ് എല്ലാം വന്നു കഴിഞ്ഞു. അതായത് ആളുകൾ അതിനെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞു. അതനുസരിച്ച് ഈ പ്രപഞ്ചം മുഴുവനും ഇൻഫർമേഷൻ, അതായത് അറിവ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വേദാന്തമൊക്കെ ആയിട്ട് അതുപോലെയൊക്കെ തോന്നും. അത് തന്നെ ശരിയും തന്നെ. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും സമ്മതിച്ചിട്ടുണ്ട് ഈ പുതിയ ശാസ്ത്രം ക്വാണ്ടം തിയറി മുതൽ അങ്ങോട്ട് ഉള്ള ശാസ്ത്രത്തിൻ്റെ എല്ലാ സ്വഭാവത്തിനും വേദാന്തം, നമ്മുടെ സനാതനധർമ്മത്തിലുള്ള വേദാന്തമായിട്ട് അതിന് ഒരുപാട് സാമ്യമുണ്ട്. വേദാന്തത്തിൽ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഇല്ല, അതായത് ഗണിത ഫോർമുലകൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സയൻസ് ആകുമ്പോൾ അതിന് ഗണിത ഫോർമുലകൾ ഉപയോഗിച്ച് അത് തന്നെ അവർ പറയും. അപ്പോൾ അതിനകത്തൊരു പുതിയൊരു അറിവാണ്, അതായത് പുതിയൊരു ഇൻസൈറ്റാണ്. അതായത് പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻഫർമേഷൻ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇൻഫിനിറ്റ്, അതായത് അനന്തമായ അറിവാണോ അതോ നിശ്ചിതമായ അറിവാണോ, അതായത് ഫൈനൈറ്റ് നോളജ് ഓർ ഇൻഫിനിറ്റ് നോളജ്? അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നമ്മളിപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈനൈറ്റ്, അതായത് ഒരു നിശ്ചിതമായ അറിവ് ഉപയോഗിച്ചിട്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ വന്ന ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഒരു കൊറോളറി എന്ന് പറഞ്ഞാൽ, ഈ നിശ്ചിതമായ അറിവ് വെച്ച് പ്രപഞ്ചം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രപഞ്ച സൃഷ്ടിനകത്ത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നിർമ്മിക്കുന്ന ഇൻഫർമേഷനകത്ത് ഒരുപാട് ഫ്രാക്റ്റൽ പാറ്റേൺസ് ഉണ്ട്. അതായത് അവർ ഈ ഇൻഫർമേഷൻ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു സൃഷ്ടിയിൽ ഒരേ ഇൻഫർമേഷൻ തന്നെ വീണ്ടും ഒരു പാറ്റേണിൽ ഉപയോഗിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അങ്ങനെ ഒരു പാറ്റേണിൽ ഉപയോഗിക്കുന്ന അതായത് ഫ്രാക്റ്റൽ പാറ്റേൺസ് എന്ന് പറയുന്ന രീതിയിൽ സൃഷ്ടിക്കപ്പെടുന്ന പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് അതിൻ്റെ ആ പ്രപഞ്ചത്തിൽ നടക്കാൻ പോകുന്ന ഭാവിയിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഭൂതകാലങ്ങളോ ഈ പാറ്റേൺ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഈ ഒരു തിയറി, അതായത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ഒരു തിയറിക്കകത്ത് ഈ ജ്യോതിഷം പോലുള്ള ഈ നമ്മളിപ്പോൾ ശാസ്ത്രമെന്ന് പറയാൻ കുറച്ച് മടിയുള്ള
കാര്യങ്ങൾക്കൊക്കെ ഒരു അടിസ്ഥാനം കിടപ്പുണ്ട്. അതിൻ്റെ ആക്ച്വൽ ലിങ്ക് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ലെന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ജ്യോതിഷത്തിനും അതല്ലെങ്കിൽ കൈരേഖ ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ലക്ഷണശാസ്ത്രം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രെഡിക്റ്റീവ് സിസ്റ്റംസ് അതിനെല്ലാം ഒരു അടിസ്ഥാനം ഇങ്ങനെയുള്ളൊരു പ്രപഞ്ചത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെ പൂർണ്ണമായും ശാസ്ത്രീയ അടിസ്ഥാനം ഇല്ലാത്ത ഒരു വസ്തുതയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയൊരു ശാസ്ത്രത്തിൻ്റെ പുതിയ അവസ്ഥയിൽ നമുക്കങ്ങനെ കാണുന്നു. പിന്നെ മരണത്തിൻ്റെ അല്ലേ, അപ്പം മരണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയൊന്നും പോകണ്ട. ക്വാണ്ടം തിയറി അല്ലെങ്കിൽ ഹോളോഗ്രാഫി ഇതെല്ലാം ലേറ്റസ്റ്റ് തിയറിയാണ്. ഇപ്പോൾ ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞാൽ 1900 മുതൽ 2000 CE കഴിഞ്ഞ 100 വർഷം കൊണ്ട് വളരെയധികം പുഷ്ടി പ്രാപിച്ച ഒരു മേഖലയാണ് ക്വാണ്ടം തിയറി. അതിൻ്റെ എല്ലാ ഫലങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇലക്ട്രോണിക്സ്, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, AI ഇതെല്ലാം ക്വാണ്ടം തിയറിയിൽ നിന്ന് വന്നതാണ്. അതിനുശേഷം നമ്മുടെ ഇൻഫർമേഷൻ തിയറി അത് 2000 മുതൽ 2025 25 വർഷമായിട്ടുള്ളൂ ഹോളോഗ്രാഫി എന്ന് പറയുന്നത്. അതിനു മുമ്പ് റിലേറ്റിവിറ്റി തിയറി ഉണ്ടല്ലോ. ഈ റിലേറ്റിവിറ്റി തിയറിയിൽ തന്നെ നമുക്ക് ഈ മരണാനന്തരാവസ്ഥയുടെയൊക്കെ നമുക്ക് ഒരു അടിസ്ഥാനം കാണാൻ പറ്റും. ഇതൊന്നും ഞാനത് പൂർണ്ണമായിട്ട് ഇതിന് ശാസ്ത്രീയമായിട്ട് ഇത് പുനർജന്മം ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്ഥാപിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിന് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനം ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് പൂർണ്ണമായും അശാസ്ത്രീയമല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇപ്പോൾ ന്യൂട്ടൻ്റെ തിയറി അനുസരിച്ചാണെങ്കിൽ സമയത്തിന് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു പർട്ടിക്കുലർ ടൈമിൽ നിന്ന് മറ്റൊരു ടൈമിലേക്ക് യാത്ര ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അതായത് സ്പേസ് മാത്രമേ സത്യമായിട്ടുള്ളൂ. അതായത് നമുക്ക് XYZ മൂന്ന് ഡയറക്ഷനിലുള്ള 3 പെർപെൻഡിക്കുലർ ആക്സിസിലുള്ള സ്പേസ് അത് മാത്രമേ യാഥാർത്ഥ്യമുള്ളൂ. സമയം എന്ന് പറയുന്നത് ഇങ്ങനെ മറ്റേ നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒന്ന്, അത്രയും ന്യൂട്ടൻ അറിയുള്ളൂ. പക്ഷേ ഈ ഐൻസ്റ്റീൻ്റെ കാലഘട്ടത്തിൽ വരുമ്പോൾ അതിന് ചെറിയ മാറ്റം വന്ന്, അതായത് ഇപ്പം നമ്മൾ തെക്കോട്ട് പോകുന്നു, വടക്കോട്ട് പോകുന്നു, അല്ലെങ്കിൽ മുകളിലോട്ട് താഴോട്ട് പോകുന്നു, അല്ലെങ്കിൽ പടിഞ്ഞാട്ട് പോകുന്നു, കിഴക്കോട്ട് പോകുന്നു, ഇങ്ങനെ 6 ദിശയിൽ നമ്മൾ സഞ്ചരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഭൂതത്തിലേക്കും ഭാവിയിലേക്കും പോകാം എന്നാണ് ഐൻസ്റ്റീൻ്റെ തിയറി പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു ചെറിയ മാറ്റം വന്നു കഴിഞ്ഞു. അതായത് ഇപ്പോൾ ന്യൂട്ടൻ്റെ തിയറിയിലാണെങ്കിൽ നമുക്ക് 6 ദിശയിൽ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതായത് സ്പേസ് ബന്ധപ്പെട്ട 6 ദിശയിൽ സമയത്തിലൂടെ മുന്നോട്ടോ പുറകോട്ടോ പോകാൻ ന്യൂട്ടൻ്റെ തിയറിയിൽ പറ്റില്ല. അപ്പോൾ പലതരത്തിലുള്ള നമ്മൾ ഇന്ന് കാണപ്പെടുന്ന യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനം ന്യൂട്ടൻ്റെ തിയറിയിലാണ്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഈ യുക്തിവാദികളിൽ തന്നെ ഐൻസ്റ്റീൻ തിയറിയിലേക്ക് മാറി ചിന്തിക്കുന്ന യുക്തിവാദികൾ ഞാൻ വളരെ അപൂർവമായി കണ്ടിട്ടുള്ളൂ, കാണാറേ ഇല്ല എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഭൂതത്തിലും ഭാവിയിലേക്കും പോകാൻ പറ്റുന്ന ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ഏതാണ്ട് 100% ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തി, ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയാം, ഒരു വ്യക്തി ഒരു 1900 CE അല്ലെങ്കിൽ ഒരു 1947 ജനിച്ചു എന്ന് ഇരിക്കുക. സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു 1947 ഒരു വ്യക്തി ജനിച്ചു. ആ വ്യക്തി ഒരു 2000 മരിച്ചുപോയി എന്നുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇനി ഹൈപ്പോത്തറ്റിക്കലി ഞാൻ പറയുന്നത്, അപ്പോൾ ഈ പർട്ടിക്കുലർ 2000 മരിച്ചുപോയ വ്യക്തി ഒരു 1992 ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് പുള്ളി ടൈം ട്രാവൽ ചെയ്ത് ഒരു 2025 എത്തിയെന്ന് വിചാരിക്കും. പുള്ളി ഇപ്പോഴും ജീവിച്ചിരിക്കും. അപ്പോൾ പിന്നെ ആ ജീവിച്ചിരിക്കുന്ന വ്യക്തി മരിച്ചോ അതോ ജീവിച്ചിരിക്കുന്നത്? അപ്പോൾ നമുക്കത് മരണാനന്തരമായിട്ടാണ് പുള്ളി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഞാനിപ്പോൾ പറയുന്നത് സാങ്കല്പികമായിട്ടാണ്, കാരണം ആ ശാസ്ത്രം ഇതുവരെ വികസിച്ചിട്ടില്ല. പക്ഷേ ഐൻസ്റ്റീൻ്റെ തിയറി പ്രകാരം ഇങ്ങനെ ഒരു ടൈം മെഷീൻ ഉണ്ടാക്കാനായിട്ട് യാതൊരു തടസ്സവുമില്ല. പിന്നെ അതിന് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. തെർമോഡൈനാമിക്സ് ഒക്കെ വെച്ചിട്ട് ട്രാവലിംഗ് ടു പാസ്റ്റ് എല്ലാം സാധിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലുള്ള കുറച്ച് അഡീഷണൽ കൊറോളറി തിയറീസ് വന്നു. പക്ഷേ ട്രാവലിംഗ് ടു ഫ്യൂച്ചർ ഒരു ബാനും ഇല്ല. അതിന് ശാസ്ത്രീയമായിട്ട് അതിനെ തടയുന്ന ഒരു കാര്യവും ഇന്നത്തെ തിയറിയിൽ നിലവിലില്ല. അങ്ങനെയാണെങ്കിൽ ഭാവി പ്രവചിക്കുന്ന ജ്യോതിഷവും ശരിയാവണ്ടേ? അത് നമുക്ക് ഡയറക്റ്റ് ലിങ്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ചാടി പറയാൻ പറ്റില്ല. പക്ഷേ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇൻഫർമേഷൻ തിയറി അനുസരിച്ച് ഫ്രാക്ടൽ പാറ്റേൺസ് വഴിയിട്ട് നമുക്ക് ഭാവി പ്രവചനം ഒരു വ്യക്തി ചെയ്തിച്ചാൽ അതിന് തിയറിറ്റിക്കൽ ബേസിസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഈ പറഞ്ഞ എല്ലാ ജ്യോതിഷികളും സത്യം പറയണം എന്നുള്ളത് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല, അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനൊരു അടിസ്ഥാനം ഉണ്ടെന്ന് മാത്രം പറയാം. ശാസ്ത്രീയമായ അടിസ്ഥാനം ഭാവി പ്രവചനത്തിനുണ്ട്, മരണാനന്തര ജീവിതത്തിനും ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ട്. ഇതിനില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ ഫിസിക്സിൽ മാത്രമേ ഇതിനൊന്നും അടിസ്ഥാനം ഇല്ലാത്തതായിട്ടുള്ളൂ. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്കിപ്പോൾ ഈ അനുഭവിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് പറയാം അല്ലേ? അതെ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ടൈം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മരണാവസ്ഥയിൽ നിന്നും ഭാവിയിലേക്ക് കടക്കും. അപ്പോൾ കുറച്ച് പേര് ഇപ്പോൾ ഇതെല്ലാം ഞാൻ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത്
ചിലർ ചോദിക്കാറുണ്ട്. അതായത് അത് ഒരു സിനിമയല്ലേ? അപ്പോൾ പക്ഷേ ഇന്ന് സിനിമയാണ്. ഇന്ന് ഇപ്പോൾ നമുക്ക് സിനിമയിലൊക്കെ അത് കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന് ശാസ്ത്രീയമായിട്ട് ഇതിനെ തടയുന്ന ഒന്നും നിലവിലില്ല. ഒരു തിയറിയും ഇല്ല. അപ്പോൾ ഈ ഞാനിപ്പോൾ എനിക്ക് 35 വയസ്സായി. ഞാനൊരു 200 വർഷത്തിനപ്പുറത്തേക്ക് ഭാവിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായി 200 വർഷം ജീവിക്കില്ല മനുഷ്യൻ, അതിന് മരിച്ചു പോകും. അപ്പൊ ഞാൻ ഭാവിയിലേക്ക് അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ എന്റെ ശരീരവും ഒപ്പം സഞ്ചരിക്കില്ലേ, ശരീരവും ആത്മാവും. അപ്പൊ ഇത് രണ്ടിനും മരണമില്ല. അതാണ് നമ്മളിപ്പോ ഭഗവത്ഗീതയിൽ പറയുന്നത്, നത്വം ജാത്ത് നാസം നത്വം നേമേ ജനാധിപ ജൈവ നഭവിഷ്യാമഹ. അതായത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി മരിക്കുന്നില്ല എന്നുള്ള ഒരു ഭഗവത്ഗീത ശ്ലോകമുണ്ട്. അതിനകത്ത് അത് ശരിക്കും ന്യൂട്ടന്റെ തിയറി പ്രകാരം ശരിയല്ല, പക്ഷേ ഐൻസ്റ്റീൻ്റെ തിയറി പ്രകാരം ശരിയാണ്. കാരണം ഇപ്പം നമ്മൾ മരിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ സ്പേസ് ടൈം എന്നുള്ള വാക്കാണ് ഞാൻ ഐൻസ്റ്റീൻ യൂസ് ചെയ്യുന്നത്. കാരണം സമയവും സ്പേസും തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു 4 ഡയമെൻഷണൽ സ്പേസ്, അതാണ് സ്പേസ് ടൈം. അപ്പോൾ അതിൽ നമ്മളെ മരണം എന്ന് പറയുന്നത് ജനനം എന്ന് പറയുന്നത് 2 സംഭവങ്ങളാണ്. ആ സംഭവങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും നമുക്ക് നീങ്ങാൻ പറ്റും, അതിന് തടസ്സമില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് മരണമുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം മരണം എന്നുള്ള അവസ്ഥ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെയും നമുക്ക് വേണമെങ്കിൽ സഞ്ചരിക്കാം. ജീവിക്കാമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സഞ്ചരിക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജനന സമയം മുതൽ മരണസമയം വരെ ഒരു എല്ലാ സംഭവങ്ങളും കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ അതിനെ ലൈഫ് ലൈൻ എന്ന് പറയും. അപ്പോൾ ആ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് അനന്തകാലം അങ്ങനെ തന്നെ കിടക്കും. അതായത് ഇപ്പോൾ ഒരു വീഡിയോ റെക്കോർഡിങ് എങ്ങനെ കിടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ലൈൻ നമ്മുടെ സ്പേസ് ടൈമിൽ റെക്കോർഡായി കിടക്കുകയാണ്. ഇത് നശിക്കണമെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നശിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ മാത്രമേ ഇത് നശിക്കുകയുള്ളൂ. അതായത് പ്രപഞ്ചം നശിക്കാനായിട്ട് ഇനി ബില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും. അതായത് 13 ബില്യൺ ഇയേഴ്സിൽ ഉത്ഭവിച്ച് ഇനിയും എത്രയോ ബില്യൺസ് വർഷങ്ങൾ പ്രപഞ്ചം അങ്ങനെ തന്നെ നിലനിൽക്കും. അത്രയും കാലം നമ്മൾ അവിടെ തന്നെ നിലനിൽക്കുകയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ലൈൻ അവിടെ കിടക്കുകയാണ്. അതൊരു ടേപ്പ് റെക്കോർഡർ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് പോലെ അവിടെ കിടക്കുകയാണ്. ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് സങ്കല്പിക്കുക. നമ്മുടെ ലൈഫ് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ സംഭവങ്ങളും ചേർത്തൊരു യൂട്യൂബ് വീഡിയോ അതുപോലെ തന്നെ കിടക്കുകയാണ് സ്പേസ് ടൈമിൽ. ഇനി ഇത് ട്രാവലിംഗ് ടു പാസ്റ്റ് കുറേ പേര് ചിലപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. തെർമോഡൈനാമിക്സിന് ചില നിയമങ്ങൾ അത് ലംഘിക്കപ്പെടുമെന്നെല്ലാം പറഞ്ഞു. പക്ഷെ അതിനും ഒരുപാട് പഠനങ്ങൾ, തിയറിറ്റിക്കൽ പഠനങ്ങൾ അനുസരിച്ചിട്ട് അതൊന്നും ബുദ്ധിമുട്ടില്ല, പാസ്റ്റിലേക്കും പോകാമെന്ന് പറയുന്നതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ പാസ്റ്റിലേക്ക് പോകാം. അതായത് ഇപ്പം നമ്മൾ ജനനാവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അല്ലെങ്കിൽ നമുക്ക് ഒരു 10 വയസ്സുള്ള കാലഘട്ടത്തിലുള്ള നമ്മളെ തന്നെ കണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും അല്ലെങ്കിൽ സംസാരിക്കാനും സാധിക്കും. അപ്പോൾ ആ അവസ്ഥയിലെല്ലാം ഈ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് നമുക്ക് വരും. അപ്പം 2 ഞാനുണ്ടോ? അതെ, 2 ഞാനുണ്ടോ? അത് ചില സിനിമ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഇതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള ടെക്നോളജി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ചില സിനിമകളിൽ 5ഉം 6ഉം പേരുമാണ്. അതായത് ടൈം ട്രാവൽ മൾട്ടിപ്പിൾ തവണ ചെയ്തിട്ട് ഒരേ വ്യക്തിയുടെ തന്നെ മറ്റേ ബാലാവസ്ഥയിലും കൗമാരാവസ്ഥയിലുള്ള ആളുകളായിട്ട് സംസാരിക്കുന്നതും എല്ലാം ഉള്ള ഇത് സയൻസ് ഫിക്ഷൻ മൂവികൾ കാണാം. ഇന്ന് സയൻസ് ഫിക്ഷൻ ആണെങ്കിൽ നാളെ അത് സയൻസ് ആണ്. അപ്പോൾ അത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ഈ ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ. ഈ ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറയണമെന്നറിയില്ല, നിങ്ങൾ വേണമെങ്കിൽ കട്ട് ചെയ്തോ. ലിയാഖത്ത് അലി പോലുള്ള മരണശേഷം ഒന്നുമില്ല എന്ന് അങ്ങനെ പറയുന്നതിലത്തെ അർത്ഥമില്ല. രവിചന്ദ്രൻ സിയും വളരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ മരണശേഷം ഒന്നുമില്ല എന്നുള്ള അത് ശാസ്ത്രീയമായിട്ട് ശരിയല്ല. അത് ന്യൂട്ടനിയൻ ഫിസിക്സിൽ അത് ശരിയാണ്. പക്ഷേ ഐൻസ്റ്റീൻ മുതൽ അങ്ങോട്ടേക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് യാതൊരു അർത്ഥമില്ല. മരണം എന്ന് പറയുന്നത് ഒരു ഇവൻ്റാണ്. അത് നമ്മളൊരു യൂട്യൂബ് വീഡിയോയിൽ ഒരു എൻഡ് പോയിന്റ് എന്ന് മാത്രം. പക്ഷെ നമുക്ക് പിന്നെയും പോയി അത് വിസിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പ്രസ്തുത വ്യക്തി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആൾ മരണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ജീവിക്കുകയും ചെയ്യും. അങ്ങനെ 2 അവസ്ഥകളുണ്ട്. നമുക്ക് അങ്ങോട്ടും പോകാം, അവർക്ക് ഭാവിയിലേക്കും വരാം എന്നുള്ള. അപ്പോൾ ശാസ്ത്രം പറയുന്നതിനകത്തും ഈ പറയുന്ന പോലെ ജ്യോതിഷത്തിനും അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തിനകത്തും പഠനത്തിന് ഇനിയും സാധ്യതകളുണ്ട്. അതിനെ പൂർണ്ണമായിട്ട് എഴുതി തള്ളാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ ഇതിനൊന്നും ഈ ഒരു കാര്യവും പറഞ്ഞ് നടക്കുന്ന എല്ലാ തട്ടിപ്പിനെയും നമ്മൾ എൻഡോഴ്സ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. ശാസ്ത്രീയതയാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ.